ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷിഹാന, സാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിള്? ഫ്രാക്ടോസ് അല്ല, ഫ്രക്ടോസ്. ഫ്രക്ടോസ്. ഓക്കെ. ഹുസ്ന, ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ. റിസാന, ഡൈസാക്രൈഡ് പറ. ഓക്കെ. ഷംന, സോന, ഒളിഗോസാക്രൈഡ് എന്താ? ഓക്കെ ഓക്കെ. അതുല്യ, പോളിസാക്രൈഡ്സ് പറ. ഓക്കെ. ഹോമോപോളിസാക്രൈഡും ഓക്കെ, ഗുഡ്. ഷമീന, എനിക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് പറ. ഓക്കെ. ഷമീന, റേഞ്ച് പ്രോബ്ലം ഉണ്ട്, മ്യൂട്ട് ചെയ്തോ. നിഷാന, ഷമീന മ്യൂട്ട് ചെയ്തോ, റേഞ്ച് പ്രോബ്ലം ഉണ്ട്. നിഷാന, എനിക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് പറ. എന്താ ക്ലിനിക്കൽ ഫീച്ചേഴ്സും കൂടി പറ. ഓക്കെ, ഗുഡ്. അലീന, ഡയഗ്നോസിസ് പറ. ഓക്കെ. ഷംന, ഓക്കെ. പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ട്രോമ, then ട്രോമ, ഡയറ്ററി ഇൻഡിസ്ഗ്രേഷൻ. ട്രീറ്റ്മെന്റും കൂടി പറ. റീപ്ലേസ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. എത്രയാണ് ഇന്നലെ പഠിച്ചത്. നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പോഗ്ലൈസീമിയ. രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പോഗ്ലൈസീമിയ.
Okay, definition നോക്കാം. Hyperglycemia is a condition in which the blood sugar അല്ലെങ്കിൽ glucose level is lower than normal. Okay, hyperglycemia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ hyperglycemia തന്നെയാണ് low blood sugar എന്ന് പറയുന്നത്. Hyperglycemia വേറെ പേരാണ് low blood sugar. Okay, definition ആണ് പറയുന്നത് hyperglycemia is a condition in which the blood sugar level is lower than normal. അതായത് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അതായത് ബ്ലഡിലെ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നതിനെയാണ്, നോർമലിൽ നിന്ന് കുറയുന്നതിനാണ്, താഴേക്കാളും താഴുന്നതിനെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയുന്നത്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ, ഓക്കെ, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയുന്നതിനെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പോഗ്ലൈസീമിയ തന്നെയാണ് ലോ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ലോ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതാണ് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മൾ പറയാൻ ഡെഫിനിഷൻ, ഹൈപ്പോഗ്ലൈസീമിയ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഷുഗർ ഓർ ഗ്ലൂക്കോസ് ലെവൽ ഈസ് ലോവർ ദാൻ നോർമൽ. കിട്ടിയോ? ക്ലിയർ? ഓക്കെ, ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അടുത്ത ഹെഡിങ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതായത് സിംറ്റംസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഫസ്റ്റ് വൺ ഹങ്കർ മീൻസ് വിശപ്പുണ്ടാകും. സെക്കൻഡ് വൺ സ്വെറ്റിംഗ് മീൻസ് വിയർക്കും. ദെൻ തേർഡ് വൺ കൺഫ്യൂഷൻസ് ഉണ്ടാകും. ദെൻ ആൻസൈറ്റി. ദെൻ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ പാൽപിറ്റേഷൻസ്, ഹാർട്ട് റേറ്റ് കൂടും അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ് മീൻസ് കിതപ്പെല്ലാം ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ ബ്ലറി വിഷൻ, ബ്ലറി അല്ലെങ്കിൽ ബ്ലേഡ് വിഷൻ. ഓക്കെ, ബ്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് വിഷനെ തന്നെയാണ് പറയുന്നത്, അതായത് മങ്ങിയ കാഴ്ച അനുഭവപ്പെടും. എന്നിട്ട് പറയാം ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഹങ്കർ മീൻസ് വിശപ്പ് ഉണ്ടാകും. ദെൻ സ്വെറ്റിംഗ് ഉണ്ടാകും. ദെൻ കൺഫ്യൂഷൻ ഉണ്ടാകും. ദെൻ ആൻസൈറ്റി. ദെൻ ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ഓർ പാൽപിറ്റേഷൻ. ലാസ്റ്റ് വൺ ബ്ലറി വിഷൻ. ബ്ലറി വിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് വിഷൻ തന്നെയാണ്, അതായത് മങ്ങിയ കാഴ്ച. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ഡയഗ്നോസിസ് ആണ്, അതായത് രോഗനിർണയം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്. ഓക്കെ, ചെക്ക് ദ ബ്ലഡ് ഷുഗർ ലെവൽ വിത്ത് എ ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ. ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ വഴിയാണ് ഈ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മീറ്റർ, ഓക്കെ, അതായത് ഷുഗർ ലെവലിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ. ഷുഗർ ലെവലിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് ഗ്ലൂക്കോമീറ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ഡയഗ്നോസ്, അങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്. ക്ലിയർ ആയോ? ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ എന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ആ എക്യുപ്മെന്റ് വഴിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെ കാരണം കൊണ്ടാന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സർട്ടൈൻ മെഡിക്കേഷൻസ് സച്ച് ആസ് ക്വിനിൻ, അതായത് ചില മെഡിക്കേഷൻസ് കഴിക്കുന്നത് വഴി, അതായത് ക്വിനിൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് എക്സാമ്പിൾ ആണ്. സർട്ടൈൻ മെഡിക്കേഷൻ സച്ച് ആസ് ക്വിനിൻ. ദെൻ സെക്കൻഡ് വൺ സം മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ഹെപ്പറ്റൈറ്റിസ്, കിഡ്നി ഡിസോർഡേഴ്സ്. ചില മെഡിക്കൽ കണ്ടീഷൻസ് കാരണവും ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അതായത് ഹെപ്പറ്റൈറ്റിസ് മീൻസ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് പോലുള്ള കണ്ടീഷൻ, അതുപോലെ തന്നെ കിഡ്നി ഡിസോർഡർ മീൻസ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ ഹൈപ്പോഗ്ലൈസീമിയ വരാം. ദെൻ മൂന്നാമത്തത് ഡയറ്റ് ചേഞ്ചസ്, ഡയറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് അതിൽ വരുന്ന പോയിന്റ്സ്, ഡയറ്റ് ചേഞ്ചസിൽ വരുന്ന പോയിന്റ്സ് ഇൻസഫിഷ്യന്റ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് കുറയുന്നത്, ഫുഡിന്റെ അളവ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡിന്റെ അളവ് കുറയുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് കുറയുന്നത്. രണ്ടാമത്തത് ഡിലേഡ് ഫുഡ് ഇൻടേക്ക് മീൻസ് ഫുഡ് കഴിക്കുന്നത് കുറയുന്നത്. ദെൻ മൂന്നാമത്തത് സ്കിപ്പിംഗ് എ മീൽ, അതായത് ഫുഡ് ഒഴിവാക്കുന്നത്. ഓക്കെ, അതായത് ഫുഡ് ഒഴിവാക്കി, അതായത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫുഡ് വേണ്ടാന്ന് വെക്കുന്നത്, അതുവഴിയൊക്കെ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം. ദെൻ ലാസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മീൻസ് എക്സസൈസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം വരാം. ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം വരാം. എന്നിട്ട് പറയാം പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ സർട്ടൈൻ മെഡിക്കേഷൻസ് സച്ച് ആസ് ക്വിനിൻ, അതായത് ചില മെഡിക്കേഷൻസ് വഴി, അതായത് ക്വിനിൻ എന്ന് പറഞ്ഞ ഡ്രഗ് എക്സാമ്പിൾ ആണ്, അതെല്ലാം എടുക്കുന്നത് വഴി ഉണ്ടാകും. ദെൻ സം മെഡിക്കൽ കണ്ടീഷൻസ്, ചില മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഹെപ്പറ്റൈറ്റിസും കിഡ്നി ഡിസോർഡേഴ്സും. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്,
ഓക്കെ. ദെൻ ഡയറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം, അതായത് ഡയറ്റിലുള്ള ചേഞ്ചസിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസഫിഷ്യന്റ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിക്കാത്തത്. അതുപോലെ തന്നെ ഡിലേഡ് ഫുഡ് ഇൻടേക്ക്, ഫുഡ് കഴിക്കുന്നത് ഡിലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിപ്പിംഗ് എ മീൽ, ഇതെല്ലാം സെയിം മീനിങ് തന്നെ. സ്കിപ്പിംഗ് എ മീൽ എന്ന് പറഞ്ഞാൽ ഫുഡ് ഒഴിവാക്കുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതും ഒരു കാരണമാകും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. അടുത്ത ഹെഡിങ് ട്രീറ്റ്മെന്റ്. ഓക്കെ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഡയറ്റ് മോഡിഫിക്കേഷൻ മീൻസ് ഫുഡിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ആദ്യം പറയുന്നത്. ഡയറ്റ് മോഡിഫിക്കേഷൻസ് ഇൻ ദാറ്റ് കൺസ്യൂമിങ് ഹൈ ഷുഗർ ഫുഡ്സ് ഓർ ഡ്രിങ്ക്സ് സച്ച് ആസ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ. അതായത് ഫുഡിലുള്ള മോഡിഫിക്കേഷൻസ് എങ്ങനെയാണ്? കൺസ്യൂമിങ് ഹൈ ഷുഗർ ഫുഡ്സ് ഓർ ഡ്രിങ്ക്സ്, ഷുഗർ കൂടിയ അളവിലുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത്. എക്സാമ്പിൾ ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിക്കുന്നത്. ഓക്കെ. അത് ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഡയറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് മീൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മാറ്റം വരുത്തുന്നിട്ട്, അതായത് ഷുഗർ കൂടിയ ഫുഡും അല്ലെങ്കിൽ ഷുഗർ കൂടിയ ഡ്രിങ്ക്സ് കഴിക്കുന്നത്, അതായത് ഓറഞ്ച് ജ്യൂസ് പോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ്. ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ്, അതിന് എക്സാമ്പിൾസ് മെറ്റ്ഫോർമിനും സൾഫണൈൽ യൂറിയാസും. രണ്ടാമത്തത് ഡ്രഗ്സ് ആണ്, മെഡിസിൻസ്, അതായത് ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് എന്ന് പറയും. ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ്, അതിന് എക്സാമ്പിൾസ് മെറ്റ്ഫോർമിനും സൾഫണൈൽ യൂറിയാസും. അങ്ങനെ രണ്ട് ഡ്രഗ് കഴിക്കുന്നത് വഴിയും ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് പറയാം ഒന്നാമത്തത് ഡയറ്റ് മോഡിഫിക്കേഷൻ ആണ്, രണ്ടാമത്തത് ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ്. ഡയറ്റ് മോഡിഫിക്കേഷനിൽ കൺസ്യൂമിങ് ഹൈ ഷുഗർ ഫുഡ്സ് ഓർ ഡ്രിങ്ക്സ് സച്ച് ആസ് ഓറഞ്ച് ജ്യൂസ് എക്സെട്ര. ദെൻ സെക്കൻഡ് വൺ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ്, എക്സാമ്പിൾസ് മെറ്റ്ഫോർമിൻ ദെൻ സൾഫണൈൽ യൂറിയാസ്. കിട്ടിയോ ട്രീറ്റ്മെന്റ്? ക്ലിയർ? ഓക്കെ. ഇത്രയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഇത്രയാണ്. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഷിഹാന, ഡെഫിനിഷൻ പറ. ഓക്കെ. റിസാന, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറ. ഓക്കെ, ഗുഡ്. സെല്ലിയ, സെല്ലിയ. ഷെമീന, ഷെമീന ഡയഗ്നോസിസ് പറ. ഓക്കെ. സോന, പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് പറ. ഓക്കെ, ഗുഡ്. ഹുസ്ന, ഹുസ്ന ട്രീറ്റ്മെന്റ് പറ. ഓക്കെ. ഗ്ലൈസീം അല്ല, ഹൈപ്പോഗ്ലൈസീമിക്. മെറ്റ്ഫോർമിൻ, മെറ്റ്ഫോർമിൻ ദെൻ സൾഫണൈൽ യൂറിയാസും. ഓക്കെ. മ്യൂട്ട് ചെയ്തോ. ഡ്രഗ്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കും. ഇത്രയാണ് ഡിസീസസ് വരുന്നത്. ഈ രണ്ട് ഡിസീസസ് ആണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസും ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത സെക്ഷൻ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. മെയിൻ ഹെഡിങ് കൊടുക്കാം ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. Okay, in that there are 5 qualitative tests for carbohydrates. There are 5 qualitative tests for carbohydrates. അതായത് 5 രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത്. 5 രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത്. In that first one മോളിക്സ് ടെസ്റ്റ്. മോളിക്സ് ടെസ്റ്റ്. രണ്ടാമത്തത് ഫെഹ്ലിൻസ് ടെസ്റ്റ്. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ. രണ്ടാമത്തത് ഫെഹ്ലിൻസ് ടെസ്റ്റ്. മൂന്നാമത്തത് ബെനഡിക്ട്സ് ടെസ്റ്റ്. നാലാമത്തത് ടോളൻസ് ടെസ്റ്റ്. അഞ്ചാമത്തത് അയോഡിൻ ടെസ്റ്റ്. 5 ടെസ്റ്റ് ആണ് വരുന്നത്. ഒന്നാമത്തത് മോളിക്സ് ടെസ്റ്റ്, രണ്ടാമത്തത് ഫെഹ്ലിൻസ് ടെസ്റ്റ്, മൂന്നാമത്തത് ബെനഡിക്ട്സ് ടെസ്റ്റ്, നാലാമത്തത് ടോളൻസ് ടെസ്റ്റ്, അഞ്ചാമത്തത് അയോഡിൻ ടെസ്റ്റ്. ഇനി ഓരോ ടെസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. എന്നിട്ട് പറയാം ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് മെയിൻ ഹെഡിങ്. അതായത് there are 5 qualitative tests for carbohydrates. കാർബോഹൈഡ്രേറ്റ്സിൽ 5 രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണുള്ളത്. മോളിക്സ് ടെസ്റ്റ്, ഫെഹ്ലിൻസ് ടെസ്റ്റ്, ബെനഡിക്ട്സ് ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ്, അയോഡിൻ ടെസ്റ്റ്. ഓക്കെ. അതിലെ ഓരോന്നുമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. In that first one മോളിക്സ് ടെസ്റ്റ്. ഓക്കെ. In that ടെസ്റ്റ് ആണ്, മീൻസ് പരീക്ഷണങ്ങളാണ്, അതുകൊണ്ട് എക്സ്പെരിമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ്, പ്രൊസീജിയർ, റിസൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. ഇൻ ദാറ്റ് മെറ്റീരിയൽസ്, മോളിക്സ് ടെസ്റ്റിലെ മെറ്റീരിയൽസ് ആണ് പറയുന്നത്. മെറ്റീരിയൽസ് ഹെഡിങ് എടുക്കുക, സബ് ഹെഡിങ് എടുക്കുക മെറ്റീരിയൽസ്. അതായത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടതെന്ന്. മെറ്റീരിയൽസ്. ഓക്കെ. ഇൻ ദാറ്റ് മോളിക്സ് റിയേജന്റ്. മോളിക്സ് റിയേജന്റ്. അതായത് മോളിക്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയേജന്റ് ആവശ്യമുണ്ട്. കോമ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ്. comma test tube holder, comma test tube stand, comma dropper, comma concentrated sulfuric acid. concentrated sulfuric acid. ഇത്രയും ഘടകങ്ങളാണ് ഈ ടെസ്റ്റിന്, മോളിക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. മീൻസ് ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിലോട്ടും കൂടി വരുന്നതാണ്. ഓക്കെ. ഓക്കെ. ദാറ്റ് ഫസ്റ്റ് മെറ്റീരിയൽസ് ആണ്, അതായത് മോളിക് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടെസ്റ്റിന്, ഈ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്സ് റിയേജന്റ് എന്ന് പറഞ്ഞ ഒരു റിയേജന്റ് ആവശ്യമുണ്ട്. ടെസ്റ്റ് ട്യൂബ് വേണം, ദെൻ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വേണം, ദെൻ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് വേണം. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ എക്യുപ്മെന്റ്സ് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ടെസ്റ്റ് ട്യൂബ് എല്ലാവർക്കും അറിയാം, മോളിക്സ് റിയേജന്റ് എന്ന് പറഞ്ഞ റിയേജന്റ് ആണ്. ഓക്കെ. അതുകൂടാതെ തന്നെ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, ടെസ്റ്റ് ട്യൂബിനെ ഹോൾഡ് ചെയ്ത്, മീൻസ് ടെസ്റ്റ് ട്യൂബിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോൾഡർ. ഇത് നിങ്ങൾക്ക് ലാബ് സൈഡിൽ പോയാലേ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, പിക്ചേഴ്സ് കിട്ടും. ദെൻ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ്. ടെസ്റ്റ് ട്യൂബ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡ്. അതായത് സയൻസ് സ്റ്റുഡൻസിന് ഏകദേശം കിട്ടുമായിരിക്കും. പിന്നെ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ പരീക്ഷണം ചെയ്തപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ജസ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ആവശ്യമുണ്ട്. ദെൻ ഡ്രോപ്പർ ആവശ്യമുണ്ട്. അതുകൂടാതെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡും ആവശ്യമുണ്ട്. ഡ്രോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡിന്, മീൻസ് എന്താ പറയാ. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് പിക്ചർ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് സാറ്റർഡേ സെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. പ്രാക്ടിക്കൽ സൈഡിൽ പോയാൽ മാത്രമേ ക്ലിയർ ആകുള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഏജൻസ് അല്ലെങ്കിൽ ആസിഡ്സ് എല്ലാം നമുക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, വലിച്ചെടുത്തിട്ട് വേറെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പർ. ഓക്കെ. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ് ആണ് അടുത്ത ഹെഡിങ് എടുക്കുക, അടുത്ത സബ് ഹെഡിങ് എടുക്കുക. പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടിയോ? അതായത് മോളിക്സ് റിയേജന്റ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ്, ഡ്രോപ്പർ, ദെൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇത്രയും ഘടകങ്ങൾ, ഇത്രയും വസ്തുക്കളാണ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്, ഈ ടെസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നത്. കിട്ടിയോ? ഇത്രയും എടുത്തത് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ്. അടുത്ത സബ് ഹെഡിങ് എടുക്കുക, പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ്. ഈ മോളിക്സ് റിയേജന്റ് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് പറഞ്ഞു, ആ റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതാണ് ഇനി പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ്
reagent, അതായത് മോളിക്സ് റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. It is prepared by adding alpha naphthol in 10% alcoholic solution. അതായത് മോളിക്സ് റിയേജന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് ആൽഫ നഫ്തോൾ ഇൻ 10% ആൽക്കഹോളിക് സൊല്യൂഷൻ. അതായത് മോളിക് ടെസ്റ്റ് ഉണ്ടാക്കുന്നത് ആൽഫ നഫ്തോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ അതിന്റെ ഒരു 10% ആൽക്കഹോളിക് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്തിട്ടാണ്. Okay, it is prepared by adding alpha naphthol in 10% alcoholic solution. അതായത് 10% ആയിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് ആൽഫ നഫ്തോൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ എന്താ പറയുക മോളിക്സ് റിയേജന്റ് ഉണ്ടാകുന്നത്. 10% ആയിട്ടുള്ള ആൽക്കഹോളിക് സൊല്യൂഷനിലോട്ട് ആൽഫ നഫ്തോൾ എന്ന് പറഞ്ഞ കെമിക്കൽ ആഡ് ചെയ്യുമ്പോഴാണ് മോളിക്സ് റിയേജന്റ് ഉണ്ടാകുന്നത്. കിട്ടിയോ? മോളിക്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് ആൽഫ നഫ്തോൾ ഇൻ 10% ആൽക്കഹോളിക് സൊല്യൂഷൻ. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ ആണ്. മീൻസ് എങ്ങനെ പ്രവർത്തനം നോക്കാം. ഓക്കെ, പ്രൊസീജിയർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രൊസീജിയർ എന്ന് ഹെഡിങ് എടുക്കുക. ഫസ്റ്റ് വൺ, ടേക്ക് 2 ml ഓഫ് given sample solution in a test tube. അതായത് നമുക്ക് സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാകും. ഓരോ ടെസ്റ്റിനും ഓരോ സാമ്പിൾ സൊല്യൂഷൻ നൽകും. ആ സൊല്യൂഷൻ ആണ് നമ്മൾ ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ എന്താ, അതായത് അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ആയിട്ട് പോകുമ്പോഴേ ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, ടേക്ക് 2 ml ഓഫ് given sample solution in a test tube. സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ. Okay, ആ സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബ്, ടേക്ക് 2 ml ഓഫ് ഗിവൺ സാമ്പിൾ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. മീൻസ് നമുക്ക് ടെസ്റ്റിന് തന്നിരിക്കുന്ന സൊല്യൂഷന്റെ 2 ml സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സൊല്യൂഷന്റെ 2 ml എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ടേക്ക് 2 ml ഓഫ് ഗിവൺ സാമ്പിൾ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ 2 ml സൊല്യൂഷൻ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ആഡ് 2 to 3 drops ഓഫ് മോളിക്സ് റിയേജന്റ് സ്ലോവ്ലി. അതിനുശേഷം എന്ത് ചെയ്യുക, 2 തൊട്ട് 3 വരെയുള്ള ഡ്രോപ്സ്, 2 അല്ലെങ്കിൽ 3 ഡ്രോപ്സ് മോളിക്സ് റിയേജന്റ് സ്ലോ ആയിട്ട് ആഡ് ചെയ്യണം ഇതിലോട്ട്. ഓക്കെ, ആഡ് 2 to 3 drops ഓഫ് മോളിക്സ് റിയേജന്റ് സ്ലോവ്ലി. മോളിക്സ് റിയേജന്റ് ഒരു 2 to 3 ഡ്രോപ്സ് എന്ത് ചെയ്യുക, വളരെ പതുക്കെ ആഡ് ചെയ്യുക. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. ഓക്കെ, മൂന്നാമത്തത്, നൗ ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതിനുശേഷം, അതായത് മോളിക്സ് റിയേജന്റ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ മെറ്റീരിയൽസിൽ പറഞ്ഞു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെന്ന്. ആ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സൈഡിൽ കൂടെ ആഡ് ചെയ്തു പോവുക. അതായത് കോൺസെൻട്രേറ്റഡ്, നൗ ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടെ ആഡ് ചെയ്യുക. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, the acid layer forms a layer at the bottom. അതായത് ഇവിടെ ഒരു ആസിഡ് ലെയർ എന്ത് ചെയ്യും, മുകളിലൊരു ലെയർ ഫോം ചെയ്യുകയാണ്. സോറി, താഴെ ഒരു ബോട്ടം സൈഡിൽ ഒരു ലെയർ ഫോം ചെയ്യുകയാണ്. the acid layer forms a layer at the bottom. ഓക്കെ, അതായത് ഇവിടെ ഒരു ആസിഡ് ലെയർ എന്ത് ചെയ്യാണ്, താഴെ ഒരു ലെയർ ഫോം ചെയ്യുക. ആസിഡ് ലെയർ തന്നെ ഒരു പാളിയായിട്ട് താഴെ രൂപം കൊള്ളുകയാണ്. ഓക്കെ, ബോട്ടം സൈഡിൽ രൂപം കൊള്ളുകയാണ്. Then note the അഞ്ചാമത്തെ പോയിന്റ്, note the junction of 2 layers. Note the junction of 2 layers. അതായത് ഈ ആസിഡ് ലെയർ എന്ത് ചെയ്യാണ്, ബോട്ടം സൈഡിൽ ഒരു ലെയറിനെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. ആസിഡ് ലെയർ ബോട്ടം സൈഡിൽ ഒരു ലെയറിനെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 ലെയറിനും ഇടയിലുള്ള ആ ഒരു ജംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതാണ് അഞ്ചാമത്തെ പോയിന്റ്, നോട്ട് ദ ജംഗ്ഷൻ ഓഫ് 2 layers. ഈ 2 ലെയേഴ്സ്, അതായത് ആസിഡ് ലെയറും അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ ഫോം ചെയ്ത ആ ലെയറിനും ഇടയിലുള്ള ജംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക.
അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് റിസൾട്ട്. റിസൾട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദയർ ഈസ് ഫോർമേഷൻ ഓഫ് വയലറ്റ് റിങ് ഓർ പർപ്പിൾ റിങ് then the presence of carbohydrate is confirmed. അതായത് ലെയേഴ്സ് ഇവിടെ നമ്മൾ പ്രൊസീജിയറിൽ പറഞ്ഞു ലെയറിനുള്ള ജംഗ്ഷൻ നമ്മൾ നോട്ട് ചെയ്യണമെന്ന്. റിസൾട്ടിലോട്ട് എന്താണ് ഇഫ് ദയർ ഈസ് എ ഫോർമേഷൻ ഓഫ് വയലറ്റ് റിങ് ഓർ പർപ്പിൾ റിങ്, അതായത് ആ ജംഗ്ഷൻ ഇടയിൽ വയലറ്റ് കളർ റിങ് അല്ലെങ്കിൽ പർപ്പിൾ കളർ റിങ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. If there is a formation of violet ring or purple ring, then the presence of carbohydrate is confirmed. അതായത് ആ ജംഗ്ഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നു, അതിനുശേഷമാണ് റിസൾട്ട് കിട്ടുന്നത്. റിസൾട്ട് എന്താണ് വയലറ്റ് റിങ് അല്ലെങ്കിൽ പർപ്പിൾ റിങ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് റിസൾട്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് മോളിക്സ് ടെസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിൽ പോകാം. നമുക്ക് ഷെമീന കളക്ടേറ്റീവ് ടെസ്റ്റ് തൊട്ട് പറ, മനസ്സിലായത് പറഞ്ഞു. യെസ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ് എങ്ങനെയാണ് ഷെമീന? ഓക്കെ, ഷെമീനക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട്, മ്യൂട്ട് ചെയ്തോ? അതില്ല. എനിക്ക് പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ് പറ. അങ്ങനെയല്ല, 10% ആയിട്ടുള്ള ആൽക്കഹോളിക് സൊല്യൂഷനിലോട്ടാണ് ആൽഫ നഫ്തോൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കെ, എത്രയാണ് മോളിക്സ് ടെസ്റ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് ഫെഹിലിൻസ് ടെസ്റ്റ്. രണ്ടാമത്തത് ഫെഹിലിൻസ് ടെസ്റ്റ്. ഓക്കെ, ഫെഹിലിൻസ് ടെസ്റ്റ് എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് മെറ്റീരിയൽസ്, ഹെഡിങ് മെറ്റീരിയൽസ്. ഓക്കെ, ഇവിടെ മെറ്റീരിയൽസ് ടെസ്റ്റ് ട്യൂബ്, then test tube holder, then water bath, then dropper, then Fehling's reagent, then concentrated sulfuric acid. വാട്ടർ ബാത്ത് എന്നുള്ളത് ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽസ് ഇത്രയാണ്. മെറ്റീരിയൽസ് ടെസ്റ്റ് ട്യൂബ്സ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, then water bath, then dropper, then Fehling's reagent, comma concentrated sulfuric acid. കിട്ടിയോ? മെറ്റീരിയൽസ് കിട്ടിയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് റിയേജന്റ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, 2 പോയിന്റ് ആയിട്ട് എഴുതാം. ഒന്നാമത്തെ പോയിന്റ് Fehling's reagent എന്ന് കൊടുക്കാം. Fehling's reagent ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 1 ml ഓഫ് ഈച്ച് Fehling's A and Fehling's B.
ഒന്നാമത്തെ പോയിന്റ് കൊടുക്കുക. ഫെഹ്ലിൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 1 ml ഓഫ് ഈച്ച് ഫെഹ്ലിൻസ് എ ആൻഡ് ഫെഹ്ലിൻസ് ബി. അതായത് ഫെഹ്ലിൻസ് റിയേജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഹ്ലിൻസ് എ ആൻഡ് ഫെഹ്ലിൻസ് ബി യുടെ 1 ml ഓഫ് സൊല്യൂഷനെയാണ് ഫെഹ്ലിൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് ഫെഹ്ലിൻസ് എ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷന്റെയും അതുപോലെ തന്നെ ഫെഹ്ലിൻസ് ബി എന്ന് പറഞ്ഞ സൊല്യൂഷന്റെയും 1 ml ഓഫ് സൊല്യൂഷനെ, അത് രണ്ടും ചേർന്ന സൊല്യൂഷനെയാണ് ഫെഹ്ലിൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം ഫെഹ്ലിൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 1 ml ഓഫ് ഈച്ച് ഫെഹ്ലിൻസ് എ ആൻഡ് ഫെഹ്ലിൻസ് ബി. അതായത് ഫെഹ്ലിൻസ് എയുടെ 1 ml സൊല്യൂഷനും ഫെഹ്ലിൻസ് ബിയുടെ 1 ml സൊല്യൂഷനും അത് രണ്ടും കൂടി ചേരുന്നതാണ് ഫെഹ്ലിൻസ് റിയേജന്റ്. കിട്ടിയോ? Is it clear? Okay. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. അതിൽ തന്നെ അടുത്ത പോയിന്റ് ഫെഹ്ലിൻസ് സൊല്യൂഷൻ എ. ഫെഹ്ലിൻസ് സൊല്യൂഷൻ എ എന്ന് കൊടുക്കാം. ഓക്കെ, എന്താന്ന് നോക്കാം. ഡിസോൾവ് കോപ്പർ സൾഫേറ്റ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഫെഹ്ലിൻസ് സൊല്യൂഷൻ എ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതായത് ഡിസോൾവ് കോപ്പർ സൾഫേറ്റ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. അതായത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലിനെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ലയിപ്പിക്കും, ഡിസോൾവ് ചെയ്യും. എന്നിട്ട് അതിലോട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അതാണ് ഫെഹ്ലിൻസ് സൊല്യൂഷൻ എ. അതായത് ഡിസോൾവ് കോപ്പർ സൾഫേറ്റ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഫെഹ്ലിൻസ് സൊല്യൂഷൻ എ എന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ കെമിക്കൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, മീൻസ് ലയിപ്പിക്കും. അതിനുശേഷം സൾഫ്യൂരിക് ആസിഡ്, ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. കിട്ടിയോ? ക്ലിയർ? Is it clear? Okay. ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.